ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലേസർ ടേപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. പണ്ട് നമ്മൾ മെഷറിംഗ് ടേപ്പ് എന്ന് പറഞ്ഞ ഇതുപോലത്തെ മെഷറിംഗ് ടേപ്പാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലെങ്ത് ഒക്കെ അളക്കാനൊക്കെ, ഓരോ സാധനങ്ങൾ അളക്കാൻ വേണ്ടി. ഇപ്പോൾ അതിന്റെ പുതിയ ടെക്നോളജീസ് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ റിമോട്ട് പോലെ ഒരു സാധനമാണ്. ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലെങ്ത് എത്രയാണ്, സ്ക്വയർ ഫീറ്റ് എത്രയാണ് ഒക്കെ നമുക്ക് തുറന്നു കഴിയുമ്പോൾ ഇതാണ് ടൂള്. സാധാരണ നമ്മുടെ റിമോട്ടിലൊക്കെ ഇടുന്ന പോലത്തെ ബാറ്ററിയാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇപ്പം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പം ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. എഗെയിൻ ഒന്നുകൂടെ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലേസർ വരും. കണ്ടോ, ഇപ്പം ലേസർ വന്നിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് ലേസർ കാണാം. കണ്ടോ, ജസ്റ്റ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്ര മീറ്റർ ആണെന്ന് പറയുന്നത് 3.84 മീറ്റർ ആണ്. ഇതിനെ നമുക്കിപ്പം നിങ്ങളിപ്പോൾ മീറ്ററിലല്ല, മീറ്ററിലാണ്, സെന്റിമീറ്റർ കാണിക്കും, ഫീറ്റ് കാണിക്കും. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ കാൽക്കുലേറ്റ്. ഇവിടെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓപ്ഷൻ ഇട്ടാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ നിങ്ങൾ ലെങ്ത് അളക്കുന്നത്. അതായത് ഇതൊന്നുകൂടെ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ റണ്ണിങ് ഇപ്പം ഇത് 11.85 86 എന്നാണ് കാണിക്കുന്നത് വിചാരിക്കുക. നിങ്ങൾ കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എത്ര ലെങ്ത് ആണെന്ന് കാണിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം നിങ്ങൾക്ക് ഈ മാറ്റിന്റെ ഇപ്പം ഞാൻ തറയിട്ടിരിക്കുന്ന മാറ്റ് ഇത് കണ്ടില്ലേ, തറയിട്ടിരിക്കുന്ന മാറ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്പം ഞാൻ മാറ്റിന്റെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എത്ര 13.7340. എന്നിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഓക്കെ ഇതിപ്പോൾ എത്രയാണ് 11.70. അപ്പോൾ അതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാറ്റിന്റെ ലെങ്ത് എത്രയെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അറിയാനുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ അങ്ങനെ നമുക്കിത് അറിയാൻ പറ്റും. രണ്ട് പിന്നെ വരുന്നത് വീണ്ടും ഫംഗ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ്, അതായത് ഈ കാർ പോർഷൻ്റെ ഇപ്പോൾ ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ ഫംഗ്ഷൻ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ 2 ഫീറ്റ് കാണിക്കും. അതിനകത്ത് ഫസ്റ്റ് റീഡിങ് ഒന്നുകൂടെ റെഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ഇവിടെ റെഡ് കളർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബേസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ കാർ പോർച്ചിന്റെ ഈ തൂണിൽ അടിച്ചു പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിപ്പോൾ കണ്ടില്ലേ ഇങ്ങോട്ട് അടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലെങ്ത് അടിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഉണ്ടോ 104.77 സ്ക്വയർ ഫീറ്റ് ആണ് ഇതുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് ക്യൂബിക് ഫീറ്റ്. അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഈ 3 എണ്ണം, ഈ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഈ 3 എണ്ണം അടിച്ചു കഴിയുമ്പോൾ മൊത്തം ക്യൂബിക് ഫീറ്റ് എത്രയാണെന്ന് ഇത് പറയും. ഫസ്റ്റ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യാം ബേസ് കണ്ടോ 1210.5 ക്യൂബിക് ഫീറ്റ് കണ്ടോ. 3 റീഡിംഗ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റീഡിംഗ് കാണിക്കും. 3 രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്യുക. ഇനി ഇതിപ്പം കറക്റ്റായിട്ട് ഇതിൽ ലോക്ക് ആയിരിക്കുന്നുണ്ട്. ഇത് റീഡിംഗ് എടുക്കാനും കുറച്ച് കറക്റ്റായിട്ട് റീഡിംഗ് എടുക്കാനും പറ്റും. കണ്ടോ, കറക്റ്റ് സ്ട്രൈറ്റ് നമുക്ക് റീഡിംഗ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. എൻ്റെ നമ്പർ ഞാനത് കൊടുത്തിട്ടുണ്ട്.